He took him by the hand. ആ മനുഷ്യനെ കരത്തിന് പിടിച്ച് പുറത്തെ കൊണ്ടുപോയി. He's taking him to a place he's never been before. ഇതുവരെ പോകാത്ത ഒരു സ്ഥലത്തേക്കാണ് ഈ മനുഷ്യനെ കൊണ്ടുപോയത്. In the service, യാഗത്തിൽ you need to allow the Holy Spirit to carry you to a place in the spirit you've not been before. ആത്മീക മണ്ഡലങ്ങളിലേക്ക് എടുക്കപ്പെടുവാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നീ അനുവദിക്കണം. ഓരോ യോഗങ്ങൾക്ക് വരുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് നീ പോകാത്ത സ്ഥലങ്ങളിലേക്ക് നിന്നെ കൊണ്ടുപോകുന്നത്. The pastor will tell you, lay your hands on your heart. And you say, no, Bernard Blessing, I am suffering from my feet. But the pastor will say, lay your hands on your heart. Just do it. ദൈവദാസൻ പറയുകയാണ്, നിങ്ങളുടെ ഹൃദയത്തിൽ മേലെ കരം വെച്ച് പ്രാർത്ഥിക്കുവാൻ പറയുമ്പോൾ ചിലർ പറയും, ബർണാഡ് ബ്ലെസ്സിങ്, എന്റെ ഹൃദയത്തിനല്ല പ്രശ്നം, എന്റെ മുട്ടിനാ പ്രശ്നം. പക്ഷെ ദൈവദാസൻ പറയുന്നു, ഹൃദയത്തിൽ കരം വെച്ച് പ്രാർത്ഥിക്കുക, അപ്രകാരം അനുസരിച്ച് മാത്രം നിങ്ങൾ അത് ചെയ്യുക. How many of you have gone to see a doctor before? ഡോക്ടറെ കണ്ടിട്ടുള്ളവർ എത്ര പേരുണ്ട്? Good. ഡോക്ടറെ കാണാൻ പോയവരോ? It's good to have a doctor. It's good to have a doctor. അതെ, ഡോക്ടർ ഉള്ളത് ഏറ്റവും നല്ലതാണ്. How many of you checked whether the doctor passed the exams or failed? ഈ ഡോക്ടർ ശരിയായിട്ട് പരീക്ഷയെല്ലാം പാസ്സായി വന്നതാണെന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ കാണാൻ പോകുന്നതിന് മുമ്പ്? Yet you believe that that human being you don't know anywhere can cure you. ഇയാള് പഠിച്ചത് വിഷയമല്ല, എവിടുന്നാണ് ഡിഗ്രി എടുത്തെന്ന് വിഷയമല്ല, എന്നിട്ടും നിങ്ങൾ വിശ്വസിക്കുകയാണ് ഈ മനുഷ്യന് നിങ്ങൾക്ക് ആവശ്യമായ മരുന്ന് നൽകി നിങ്ങളെ സൗഖ്യമാക്കുവാൻ കഴിയുമെന്ന്. Maybe that person may be a carpenter. ആ മനുഷ്യന് ഒരു തടിപ്പണിക്കാരനായിരിക്കും, അറിയത്തില്ല. Because you have faith. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് ആ മനുഷ്യനെ ആശ്രയമുണ്ട്. In the human being. അവനെ നിങ്ങൾ ആശ്രയിക്കുകയാണ്. And you make time to meet the human being. അതുകൊണ്ട് ആ മനുഷ്യനെ കാണുവാനായിട്ട് നിങ്ങൾ സമയമെടുക്കുന്നു. He sits down with you. നിന്നോട് കൂടെ അവൻ ഇരിക്കുന്നു. You don't know him anywhere. അവനെ നിങ്ങൾക്ക് ശരിയായിട്ട് അറിയത്തില്ല. And he begins to ask you questions. നിന്നോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. And you give him all the secrets, even secrets your wife or husband doesn't know. You will tell this stranger you don't know anywhere. You don't know whether he works in CNN. You don't know. You will tell him everything. That is faith. നിങ്ങൾക്ക് ഭാര്യയോട് നിങ്ങൾ പറയാത്ത രഹസ്യങ്ങള്, ഭർത്താവിനോട് പറയാത്ത രഹസ്യങ്ങൾ എല്ലാം ഈ അപരിചിതന്റെ മുമ്പിൽ ചെന്നിട്ട് തുറന്നിടും. എല്ലാം അവനോട് പറയും. എവിടുന്ന് വന്നാന്ന് ഒന്നും അറിയത്തില്ല, സകലതും അവന്റെ മുമ്പിൽ തുറന്നിടും. Doctor would put a pen in your mouth. വായിലെ ഡോക്ടർ പേനായിടും. And you believe that pen in the mouth is going to help the doctor solve your stomach problem. നിങ്ങൾ ചിന്തിക്കുന്ന വായിൽ ഈ പേന ഇടുന്നത് മാത്രമല്ല നിങ്ങളുടെ വയറിന്റെ പ്രശ്നത്തിന് പരിഹാരം വരുമെന്നാണ്. But when the pastor stands here and said, wherever you are standing, lift your hands and receive your healing, you go, oh, because the pastor is too far away. I need him to come and lay hands on me. Yet the doctor can put a pen in your mouth, lift the pen, and you don't know whether he has eye problems. You believe he can read correctly and give you the right medication. Yet you don't believe Jesus, the creator, who never make mistakes. നിങ്ങൾ നിങ്ങളുടെ രോഗത്തിന് വേണ്ടി കൈയുയർത്തി പ്രാർത്ഥിക്കുക, നിങ്ങളുടെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ അനുസരിക്കുന്നില്ല. കാരണം ബർണാഡ് ബ്ലെസ്സിങ് അകലെയാണ് നിങ്ങൾ ഇരിക്കുന്നത്, അതുകൊണ്ട് അദ്ദേഹത്തിന് എന്നെ സ്പർശിക്കുവാൻ കഴിയുകയില്ല എന്ന് പറയുന്നു. ഒരു ഡോക്ടറെ അടുക്കൽ ചെന്നിട്ട് അദ്ദേഹം വായിൽ എന്തൊക്കെയോ ഇട്ടിട്ട് നിങ്ങളെ പരിശോധിക്കുകയാണ്. കണ്ണിനായിരിക്കും പ്രശ്നം, വേറെ ശരീരത്തിലെ ഭാഗങ്ങൾക്കായിരിക്കും പ്രശ്നം, പക്ഷെ നിങ്ങളുടെ വായിൽ എന്തെങ്കിലും സൂത്രങ്ങൾ ഇട്ടിട്ട് പരിശോധിക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കുകയാണ് ഇതെല്ലാം അങ്ങനെ സംഭവിക്കുമെന്ന്. ഡോക്ടർമാരും നിങ്ങൾ അപ്രകാരം വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. Doctor will tell you, lie down on the bed. ഡോക്ടർ നിങ്ങളോട് പറയും ആ കിടക്കൽ കിടക്കാൻ പറയും. You don't know this stranger anywhere. ഈ അപരിചിതനെ നിങ്ങൾക്ക് ഒട്ടുമേ പരിചയമില്ല. But you surrender. I surrender all to the human being who make mistakes. ഞാൻ പൂർണ്ണമായി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് തെറ്റുകൾ വരുത്താവുന്ന അപരിചിതനായ ഈ മനുഷ്യന്റെ മുമ്പിൽ കടന്നു കൊടുക്കുക. You don't know whether he's a Taliban doctor. You don't know. You don't know. You just surrender. താലിബാനിൽ വന്ന ഡോക്ടറാണെന്ന് പോലും അറിയത്തില്ല. പുള്ളിയുടെ മുമ്പിൽ നമ്മളങ്ങ് കീഴടങ്ങി കൊടുക്കുക. Yet you cannot surrender your sickness to Jesus. You cannot surrender your body to Jesus. Shame on you.
ഇന്ന് രാത്രിയില് യേശുവിന്റെ മുമ്പിൽ നിന്റെ രോഗത്തെ സമർപ്പിച്ചുകൂടെ? യേശുവിന്റെ മുമ്പിൽ നിന്റെ ശരീരത്തെ സമർപ്പിച്ചുകൂടെ? നിനക്കത് സമർപ്പിക്കുവാനായിട്ട് തയ്യാറില്ലെങ്കിൽ അയ്യോ നാണക്കേടാണ്. നിന്റെ ജീവിതത്തെ യേശുവിന്റെ മുമ്പിൽ സമർപ്പിക്കേണ്ടിയിരിക്കുന്നു. The one who created you, നിന്നെ സൃഷ്ടിച്ച ദൈവം. This human being called a doctor can touch any part of your body without the permission of your wife, your husband, your mother or father. He can touch, yet the Creator can't touch you. The Holy Spirit overwhelms a Christian and he goes, I will never fall down, I will never fall. Yet you fell down in the doctor's office. I surrender all. You cannot yield yourself to the Holy Spirit to overwhelm you. Shame on you. ഭാര്യ അറിയാതെ ഭർത്താവ് അറിയാതെ ഈ ഡോക്ടർ ശരീരത്തിൽ ഏത് ഭാഗത്തിൽ സ്പർശിക്കുന്നതിന് യാതൊരു കുഴപ്പവുമില്ല. പുള്ളി ഏത് ഭാഗത്ത് സ്പർശിച്ചാലും നമുക്കൊരു കംപ്ലൈന്റുമില്ല, ഒരു പരാതിയുമില്ല. നാം നമ്മെ തന്നെ അവന്റെ മുമ്പിൽ സമർപ്പിച്ചു കൊടുക്കുകയാണ്. പക്ഷെ നിന്റെ സൃഷ്ടിതാവിന്റെ മുമ്പിൽ നിനക്ക് സമർപ്പിക്കുവാൻ മനസ്സില്ലെങ്കിൽ ഇന്ന് രാത്രി അയ്യോ നിനക്ക് കഷ്ടം. You don't know whether that person is just playing with your eyes. You believe. ആ വൈദ്യന് നിങ്ങളുമായിട്ട് നിങ്ങളുടെ കണ്ണുകളുമായിട്ട് കളിക്കുകയാണെന്ന് നിങ്ങൾക്കറിയത്തില്ല. നിങ്ങൾ ആ മനുഷ്യനെ വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. Maybe that morning his wife slapped him. He has eye problems. You don't know. You believe. ആ ഭർത്താവിനെ രാവിലെ ഭാര്യ നല്ലതായിട്ടൊന്ന് അടിച്ചു കാണും. അങ്ങനെയായിരിക്കും കണ്ണിന് പ്രശ്നമുണ്ടായത്. പക്ഷെ ആ ഡോക്ടറെ അങ്ങ് വിശ്വസിക്കുക. And he'll be writing. അവൻ എഴുതിക്കൊണ്ടിരിക്കുന്നു, കുറിച്ചുകൊണ്ടിരിക്കുന്നു. You don't know what he's writing. എന്താണ് എഴുതുന്നതെന്ന് നിനക്കറിയില്ല. He might be writing, let's kill this person quickly. Too many people in Kerala, too many people in Kuchin. You don't know. Yet you believe. കേരളത്തിൽ ജനപ്പെരുപ്പം ധാരാളമായിട്ടുണ്ട്. അതുകൊണ്ട് ഈ മനുഷ്യൻ നമുക്ക് വധിച്ചു കളയാം, കൊന്നുകളയാം, ഈ മനുഷ്യനെ ഇല്ലാതാക്കാം. ഇങ്ങനെയൊക്കെ ആയിരിക്കാം എഴുതുന്നത്. പക്ഷെ നിങ്ങൾ എഴുതുന്ന മുഴുവനും വിശ്വസിക്കുക. Then the doctor will give you a paper. നിങ്ങൾക്ക് ഒരു കുറിപ്പ് ഡോക്ടർ നൽകും. Ayyo. അയ്യോ. He gives you a paper. ഒരു പേപ്പർ കുറിപ്പ് നൽകും. Some of you act as if you can read what is on the paper. Liar. You cannot read what is on the paper, yet you believe. നിങ്ങൾ ആ പേപ്പർ ഇങ്ങനെ നോക്കിയാണ് നിങ്ങൾ ചിന്തിക്കുന്ന. ചില അവരെ നോക്കുന്നത് കണ്ടാൽ നിങ്ങൾക്കതെല്ലാം സ്പഷ്ടമായി വായിക്കാൻ കഴിയുമെന്നുള്ള രീതിയിലാണ് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന. ഇയാളുടെ കുറിപ്പ് മുഴുവനും മരുന്നുകൾ മുഴുവനും നിങ്ങൾക്കറിയാമെന്നുള്ള ചിന്തയിലാണ്. നിങ്ങൾ നുണയനാണ്. അദ്ദേഹം എഴുതിയത് മുഴുവനും ഒരു സംശയം കൂടാതെ നിങ്ങൾ വിശ്വസിക്കുന്നു. You cannot read it, നിങ്ങൾക്ക് വായിക്കാൻ അറിയത്തില്ല, but believe it. അത് വായിക്കാൻ കഴിയത്തുമില്ല, നിങ്ങൾ വിശ്വസിക്കുന്നു. Yet you have a Bible you can read. You have a Bible you can understand. Yet you don't believe that by his stripes you were healed. Shame on you. നിങ്ങൾക്ക് വായിക്കുവാനുള്ള ഒരു ബൈബിളുണ്ട്. ദൈവത്തിന്റെ വചനം അടങ്ങിയ ഒരു വേദപുസ്തകം നൽകിയിട്ടുണ്ട്. അതിനകത്ത് എഴുതിയിരിക്കുന്നു, അവന്റെ സകല അടിപ്പിണരുകളാലോ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു, നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് അതിനകത്ത് എഴുതിയിരിക്കുന്നു. എന്നിട്ട് വിശ്വസിക്കാത്ത ക്രിസ്തീയ സമൂഹമേ,